വാ നബിദിനല്ലേ, വാ പള്ളിക്ക് മൗലൂദുണ്ട്, വാ പോവാ. ഈ പൊട്ടന ബാണൊക്കെ സൂക്ഷിച്ചോ. അതൊരു ഫ്രണ്ട് എന്ന് നിലക്കാ പറയണേ. ബിദ്അത്താണ് അത്, നബി ചെയ്യാത്ത കാര്യമാണ്, നേരൊക്കെ ഉറപ്പാണ്. നബി ചെയ്തിട്ടില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല, സ്വഹാബികളെ ശേഷം വന്ന താബീങ്ങൾ ചെയ്തിട്ടില്ല, അതുബാവു താബീങ്ങൾ ചെയ്തിട്ടില്ല, തബാവു താബി ഒരാളും ചെയ്യാത്ത ഏതൊക്കെ നമ്മളെ മുമ്പ് ഏതൊക്കെ മനുഷ്യന്മാർ ചെയ്ത കാര്യമാണ്. അത് നമ്മളിങ്ങനെ കൊണ്ടാടുക. മുത്ത സൂക്ഷിച്ചോ, അത്രേ പറയുന്നുള്ളൂ. എത്തച്ച് പറയണേ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിനെ പോയപ്പോഴല്ലേ എൻ്റെ കുടിയിലേക്ക് എൻ്റെ കുടിക്കാരെല്ലാവരും പാടെ കൂടിയിട്ട് എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചത്. എന്തൊക്കെയായിരുന്നു കേക്ക് മുറി, മുട്ടായി കൊടുക്കല്, നമ്മളെ കുട്ടികളെ മറ്റേ ബർത്ത്ഡേ ആഘോഷിക്കണത് പോലെ. അത് നമ്മളൊരു സന്തോഷത്തിന് നമ്മളെ കുടിക്കാരെ കൂടിയിട്ട് ചെറിയൊരു കേക്കൊക്കെ മുറിച്ചിട്ട് ഒരു മധുരം നൽകണമല്ലേ. അതിനിപ്പോൾ എന്താ കുഴപ്പം? എന്ത് ജി പറയണ, ഒരു ബന്ധമില്ലാത്തത് പറയണേ. അല്ല അപ്പം അത് വിധത്താവൂലേ? നബി തങ്ങൾ ചെയ്തിരുന്നോ? സ്വഹാബികൾ ചെയ്തിരുന്നോ? നബി സ്വഹാബിയും ചെയ്യാത്തതിൽ ലജ്ജും ചെയ്തത്. അപ്പം അത് വൈപിച്ചതല്ലേ. ഞാൻ എന്നോട് കാര്യം പറയട്ടെ. ഒന്ന് പള്ളിക്ക് ഇരുന്നിട്ട് ഒരു ഇത്തികാഫിൻ്റെ നിയ്യത്തൊക്കെ വെച്ചിട്ട് കുറച്ച് ഹദീസൊക്കെ ഓതിയിട്ട് കുറച്ച് മൗലൂദൊക്കെ പാരായണം ചെയ്തിട്ട് ഒരു ചീരിനൊക്കെ വിതരണം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളെ ഒരു റാലിയൊക്കെ നടത്തിയിട്ട് കുറച്ച് പായസവും ഹൽവയൊക്കെ വിതരണം ചെയ്തിട്ട് കുറച്ച് കുട്ടികൾ നബി പ്രകീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കഥകളും പാട്ടുകളൊക്കെ പാടിയത് അനക്ക് തോന്നുന്നുണ്ട് ബിദ്അത്തായി മാറുന്നു. ഇത് തെളിവുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രവാചകങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു വിഷയത്തിലും ഒരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. നബിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പാടെ എങ്ങനെ നടക്കണമെന്ന് നബി പറഞ്ഞിട്ടൊന്നുമില്ല. ശരി തന്നെയാണ്. പക്ഷെ നബി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക അടിസ്ഥാനമായി സ്ഥിരപ്പെട്ട ഒരു കായിക അല്ലെങ്കിൽ ഒരു അസലാണത്. ഫീഹി ഉലിത്തു, അതായത് തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, ആ ദിവസം ഞാൻ ജനിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കലുണ്ട് എന്ന് പ്രവാചകൻ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിയമത്താണെന്ത്? പ്രവാചകങ്ങൾ സദാസമയം എല്ലാ സെക്കൻഡുകളും നിമിഷങ്ങളും മുഴുവൻ ഉമ്മത്തിനെ ആലോചിച്ച് ജീവിച്ച നമ്മുടെ മുത്തുനബി. ആ മുത്തുനബി ജനിച്ച അല്ലെങ്കിൽ ആ മുത്തുനബി നമുക്കായി കിട്ടിയ വലിയൊരു നിയമത്താണ്. ആ നിയമത്തെ കൊണ്ട് നമുക്ക് സന്തോഷിച്ചൂടെ? പിന്നെ ഈ തെളിവ് പറയുന്നത് ഈ ഖുർആനും സുന്നത്തൊന്നല്ല, ഖിയാസും ഇജ്മായൊക്കെ തെളിവാണ്. താബീകളിൽപ്പെട്ട ആളാണ് ഹസനുൽ ബസരി തങ്ങൾ. ഹസനുൽ ബസരി തങ്ങളൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, ഉഹദ് മലയോളം എൻ്റെ അടുത്ത് സ്വർണ്ണം ഉണ്ടാവുമായിരുന്നെങ്കിൽ, അത്രയും സ്വർണ്ണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നബിതങ്ങൾ ജനിച്ച ആ ഒരു ദിവസത്തിൽ സന്തോഷ പ്രകടനമായിട്ട് ഞാനത് ചെലവാക്കുമായിരുന്നു. അപ്പം അത് ഹുബ്ബാണ്, ഉള്ളിൽ നിന്ന് വരുന്ന പ്രകടിപ്പിക്കേണ്ട ഹുബ്ബാണ്. അപ്പം ഇസ്ലാമിക അസ്ലിനുള്ളിലായിട്ട് നല്ല രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ അത് എങ്ങനെ ബിദ്അത്തായി മാറും? എനിക്കൊരു ഐഡിയയും കിട്ടണില്ല. എന്തായാലും ഇണ്ടൊക്കെ പോരി, ഞാൻ വിടാം, എൻ്റെ പെണ്ണൊക്കെ പോകണം.